എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കഥ വായന തുടരുകയാണ്. കുറച്ച് നാളുകളായി കഥ വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് മനോജ് ദേവരാജൻ എന്ന ഒരു കഥാകാരൻ്റെ കഥയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മസായ് മാരയിലെ ചെമ്പുലി എന്നാണ് കഥയുടെ പേര്. എല്ലാവരും കഥ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ കഥാവായന തുടരാം അല്ലേ? മസായ് മാരയിലെ ചെമ്പുലി. ഡോഗോയുടെയും കിഗുംബയുടെയും അമ്മയായിരുന്നു അവൾ, മലൈക്ക. ഒലേറോ ഒലോക്ക് നദിയുടെ കരയിൽ ആഫ്രിക്കൻ പെൺകരുത്തായി അവൾ വാണു. നീണ്ടു ബലിഷ്ഠമായ ദേഹത്ത് മഞ്ഞയുടെയും കറുപ്പിൻ്റെയും മിനുത്ത രോമക്കുപ്പായത്തിൻ്റെ അഴകിൽ തിളങ്ങുന്ന കൂർത്ത പല്ലുകളുടെയും വാളിൻ തലപ്പുപോലെ വളഞ്ഞ നഖങ്ങളുടെയും ബലത്തിൽ മിന്നൽ പോലെ പായുന്ന കാലുകളുടെ പുളപ്പിൽ അവൾ ഭരിച്ചു. രാജ്ഞിയായിരുന്നു അവൾ. കണ്ണിൽ തീഷ്ണഭാവത്തോടെ ഇളം വെയിലിൽ വെട്ടിത്തിളങ്ങി തല ഉയർത്തിയുള്ള അവളുടെ നിൽപ്പ് കണ്ടാൽ കഴുതപ്പുലികളുടെ കൂട്ടത്തിൽ മാത്രമല്ല, സിംഹങ്ങളോ പുലികളോ കളിച്ചു തിമിർക്കുന്ന ഡോഗോയുടെയും കിഗുംബയുടെയും അടുത്തു വരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കാട് കാണാൻ വരുന്ന മനുഷ്യരുടെ ക്യാമറ കണ്ണുകൾക്ക് വിരുന്നായിരുന്നു മലൈക്കയും കുട്ടികളും. ഇത്രയും ഗാംഭീര്യമുള്ള ചെമ്പുലി മസായ് മാരയിലോ പരിസരത്തോ ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ 2 കുട്ടി കുസൃതികളും. അവരുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമായി ക്യാമറ ഷട്ടറുകളുടെ ശബ്ദമുയർത്തിയപ്പോൾ ചുറ്റും കൂടുന്നവരെ നോക്കി അവൾ ചീറ്റി. അവളുടെ കൂസലില്ലാത്ത ഭാവവും അസാമാന്യ വലിപ്പവും ലോകം മുഴുവനുള്ള വന്യജീവി ഫോട്ടോഗ്രാഫർമാരുടെ സ്വപ്നമായിരുന്നു. നദിയുടെ അടുത്ത പുൽമേടുകളിൽ മാൻകൂട്ടങ്ങൾ ധാരാളമായി കണ്ടിരുന്നു. ഡോഗോ നന്നായി ഓടും. ചെറിയ മാനുകളുടെ പിറകെ ഓടുന്ന അവനെ കാണുമ്പോൾ മലൈക്കയ്ക്ക് അവൻ്റെ അച്ഛനെ ഓർമ്മ വരും. ഓട്ടത്തിൻ്റെ കാര്യത്തിൽ മലൈക്ക തോറ്റത് അവനോട് മാത്രം. ആ ദിവസങ്ങൾ അവൾക്കിന്നും ഓർമ്മയുണ്ട്. സെറൻഗെറ്റിലെ ഒരു കുന്നിൻ്റെ ചരിവിലൂടെയാണ് അവനും അവളും മത്സരിച്ചോടിയിരുന്നത്. ചിലപ്പോൾ അങ്ങനെയാണ്. വിരസമായ വൈകുന്നേരങ്ങളിൽ അവൻ്റെ തമാശകൾ. അവളെ പതിയെ കടിച്ച ശേഷം ചാട്ടുള്ളി പോലെ അവൻ പായും. അവൾക്കറിയാം മത്സരത്തിനുള്ള ക്ഷണമാണെന്ന്. അവളും കുതിക്കും. വഴിയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സീബ്രകളും മാനുകളും പേടിച്ചു പായും. പൊടി പറത്തിപ്പായുന്ന അവരെ തല ഉയർത്തി നോക്കി മറ്റു ജീവികൾ നിൽക്കും. അവസാനം തളർന്നു നിൽക്കുന്ന അവനെ കൂട്ടിയിടിച്ച് അവൾ വീഴും. പുല്ലിൽ ഉരുണ്ട് കളിക്കും. അന്നും അതുപോലുള്ള കളിയിലായിരുന്നു അവൻ. 2 പ്രാവശ്യം അവൾക്ക് അവൻ്റെ മുന്നിൽ കയറാൻ സാധിച്ചു. വാശി കയറി അവൻ പാഞ്ഞു. മുന്നിൽ പൊടിയുടെ ഇടയിൽ ഒരു പൊട്ടുപോലെ അവൻ മറയുന്നത് അവൾ കണ്ടു. മതി, നിർത്തൂ, ഞാൻ തളർന്നു എന്നവൾ വിളിച്ചു പറഞ്ഞു. അത് കേൾക്കാതെ അവൻ കുതിച്ചു. പെട്ടെന്നാണ് വലിയൊരു ശബ്ദം കേട്ടത്. അവൻ്റെ കരച്ചിലും. പുതിയതായി കാട്ടിൻ്റെ നെഞ്ചിലൂടെ വെട്ടിയ റോഡിലൂടെ പാഞ്ഞു വന്നൊരു ട്രക്കിൻ്റെ ഇടിയിൽ അവൻ തെറിച്ചുപോയി. നിർത്തിയ ട്രക്ക് ഡ്രൈവർ അവളുടെ ക്രുദ്ധയായ നിൽപ്പിൽ പേടിച്ചുപോയി. പൊടി അടങ്ങിയപ്പോൾ തല തകർന്നു കിടക്കുന്ന അവൻ. എത്ര നക്കിയിട്ടും ചീറ്റുന്ന ചോര. അനങ്ങാതെ അവൻ്റെ ശരീരത്തിന് കാവലായി അവൾ നിന്നു. പറന്നു വന്ന കഴുകന്മാരും ഇളിച്ചു വന്ന കഴുതപ്പുലിക്കൂട്ടവും അവളുടെ പല്ലിൻ്റെ മൂർച്ചയറിഞ്ഞു. അവസാനം ഫോറസ്റ്റ് ഗാർഡുകളുടെ ഒരു കൂട്ടമാണ് അവളെ അവിടുന്ന് അകറ്റിയത്. അന്നു മുതൽ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അവളുടെ മുന്നിൽ. അവൻ തന്നിട്ടുപോയ 2 പിഞ്ചോമനുകളുടെ അതിജീവനം. ഡോഗോയ്ക്കും കിഗുംബയ്ക്കും അമ്മയായിരുന്നു എല്ലാം. ചെറുതിലെ അമ്മയുടെ വാലിലായിരുന്നു കളികൾ. ആട്ടുന്ന വാലിൽ കുതിച്ചു ചാടി പിടിക്കണം. ഡോഗോ ഓരോ പ്രാവശ്യവും ചാടും, വീഴും, പിന്നെയും ചാടും. അവസാനം പിടുത്തം കിട്ടും. കിഗുംബ നോക്കിയിരിക്കും. അവസരം കിട്ടുമ്പോൾ ഒറ്റ ചാട്ടത്തിന് പിടിക്കും. 2 പേരുടെയും കളികൾ കണ്ട് രസിച്ച് അവൾ കിടക്കും. കുറച്ച് വലുതായപ്പോൾ അമ്മ ഇര പിടിക്കുന്ന
കൂടെ ഓടിത്തുടങ്ങി. അപ്പോളും ഉരുണ്ടു പിരുണ്ടു വീഴും. വാശിയോടെ ഓട്ടം തുടരും. അവസാനം മാനിൻ്റെ കഴുത്ത് കടിച്ചു തൂക്കി അമ്മ വരുമ്പോൾ ആദ്യം കടിക്കുന്നത് ഞാനെന്ന് തമ്മിൽ തർക്കിച്ച് മത്സരിക്കും. കുഞ്ഞിളം നഖങ്ങൾ ഇരയുടെ തൊലിയിൽ ഉടക്കിയപ്പോൾ മുന്നോട്ട് ഊരിയെടുത്തും പൊട്ടിക്കാൻ പ്രയാസമുള്ള എല്ലുകളിലെ മാംസം ചീന്തിയെടുത്തും കാട്ടിലെ ജീവിതത്തിൻ്റെ ഓരോ വഴികൾ അവർ പഠിച്ചു വന്നു. അമ്മ അടുത്തുള്ളപ്പോൾ അവർക്ക് ഒന്നിനെയും പേടിയില്ലായിരുന്നു. എങ്കിലും കൂട്ടമായി വരുന്ന ആനകളുടെയും കാട്ടുപോത്തുകളുടെയും ഇടയിൽപ്പെടാതിരിക്കാൻ അമ്മ എപ്പോഴും പറയും. അതുപോലെ ഒലോക്ക് നദിയിലെ മുതലകളും നദിയിൽ നിറയെ മുതലകളായിരുന്നു. വെള്ളത്തിൻ്റെ മേൽപ്പരപ്പിൽ ഒരു ഓളം പോലും ഉണ്ടാക്കാതെ പതുങ്ങിക്കിടക്കും. വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങൾക്കരികിലേക്ക് പതിയെ നീന്തി വരും. ചാടിപ്പിടിച്ച് വലിച്ച് വെള്ളത്തിൽ താഴ്ത്തി എല്ലാ മുതലകളും കൂടി കടിച്ചു പറിക്കും. നദി ഒരു ചോരക്കളമാകും. നിമിഷങ്ങൾ കൊണ്ട് എല്ലാം തീർത്ത് നദി ശാന്തമാകും. മലൈക നല്ലൊരു നീന്തൽക്കാരിയായിരുന്നു. വരണ്ട ആഫ്രിക്കൻ പകലുകളിൽ നദിയിലൊരു കുളി ചെമ്പുലികൾക്ക് ആശ്വാസമായിരുന്നു. പലരും നദിയിലെ അപകടം പേടിച്ച് ഇറങ്ങിയിരുന്നില്ല. അവൾക്ക് പക്ഷേ അതൊരു ഹരമായിരുന്നു. നദിയിൽ അവൾ സൂക്ഷിച്ചു നോക്കി നിൽക്കും. വെള്ളത്തിൻ്റെ ഇരുണ്ട നിഴലുകളുടെ ദൂരമളക്കും. എന്നിട്ട് വെള്ളത്തിലൂടെ കുതിക്കും. മുതലകൾ ഉണർന്ന് അവളെ ലക്ഷ്യം വയ്ക്കുന്നതിന് മുമ്പ് മറുകരയിലെത്തും. ഡോഗോയും കിഗുംബയും കരയിലിരുന്ന് കൊതിയോടെ നോക്കും. പക്ഷെ എത്ര പറഞ്ഞിട്ടും കുട്ടികളെ നദിയിലിറക്കാൻ അവൾ സമ്മതിച്ചിരുന്നില്ല. നദിയിൽ നിന്ന് കരയിൽ കയറി വെള്ളം കുടഞ്ഞു കളയുന്ന അവളുടെ പുറകെ അവർ ഓടിയെത്തും. ഒരു പ്രാവശ്യം മാത്രം ഇറങ്ങിയിട്ട് ഇപ്പോൾ തന്നെ കയറിയേക്കാം എന്നെല്ലാം പറഞ്ഞു കെഞ്ചുന്ന അവരെ അവൾ മുരണ്ടോടിക്കും. പിണങ്ങി മാറി നടന്നാലും അവൾ ഗൗലിക്കില്ല. സാധാരണ വാശി പിടിച്ച് മിണ്ടാതെ നടന്നാൽ ആർദ്രമാകുന്ന അമ്മ മനസ്സ് എന്തോ ഈ കാര്യത്തിൽ മാത്രം സമ്മതം മൂളിയിരുന്നില്ല. കത്തിജ്വലിക്കുന്ന ഏപ്രിൽ മാസത്തിലെ ഒരു ദിനത്തിൽ ഉച്ച കഴിഞ്ഞ് ഒരു അത്തിമരത്തിൻ്റെ താഴെ മയക്കത്തിലായിരുന്നു മലൈക്ക. ഡോഗോയും കിഗുംബയും ഇപ്പോൾ കുറച്ചു മുതിർന്നു. അമ്മയെ വിട്ട് കുറച്ചു ദൂരെ പോകാനൊക്കെ തുടങ്ങി. ചെറിയ മുയലിനെയൊക്കെ പിടിക്കാനും. എങ്കിലും ഉറക്കത്തിൻ്റെ ഇടവേളകളിൽ തലയുയർത്തി മണം പിടിച്ച് അവൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. നദിയുടെ കരയിൽ രണ്ടും കൂടി കുത്തിമറിയുകയാണ്. അടുത്തെങ്ങും ശത്രു സാന്നിധ്യമില്ല. അവൾ വീണ്ടും മയക്കത്തിലേക്ക് മടങ്ങി. കിഗുംബയാണ് ശ്രദ്ധിച്ചത്. അമ്മ നല്ല ഉറക്കം. ചൂട് കടുക്കുകയാണ്. നദിയിൽ വെള്ളത്തിൽ പൂണ്ടു കിടക്കുന്ന ഹിപ്പോകൾ, അവയുടെ മേലിരുന്ന് തപസ് ചെയ്യുന്ന കൊറ്റികൾ. മുതലകളുടെ സാന്നിധ്യം കാണുന്നതേയില്ല. കുളിർ പരത്തി ഒഴുകുന്ന നദി. ഒന്ന് നീന്തിയാലോ? ഡോഗോയും അതേ ചിന്തയിലായിരുന്നു. ആദ്യം ചാടിയത് കിഗുംബയാണ്. 4 കാലും അസ്ത്രവേഗത്തിൽ തുഴഞ്ഞ് അവൻ മറുകരയിലെത്തി. വെയിൽ കായുന്ന മുതലകൾ മുങ്ങാങ്കുഴി ഇടാനുള്ള സമയം അവർ കൊടുത്തില്ല. മറുകരയിൽ നിന്ന് ഡോഗോയും വിളിച്ചു. ചെറിയ പേടിയുണ്ടെങ്കിലും അവസാനം അവനും വെള്ളത്തിലിറങ്ങി തുഴഞ്ഞു. കിഗുംബ ഇറങ്ങിയ സമയത്തുണർന്ന മുതലകൾ വെള്ളത്തിനടിയിൽ അനങ്ങുന്ന 4 കാലുകളെ ലക്ഷ്യം വെച്ച് കുതിച്ചു. നീന്തുന്ന ഡോഗോ അറിഞ്ഞില്ലെങ്കിലും കരയിൽ നിന്ന കിഗുംബ ഡോഗോയുടെ അടുത്തേക്ക് എത്തുന്ന നിഴൽ രൂപങ്ങളെ കണ്ടു. അവൻ കരയിൽ നിന്ന് അലറി. കിഗുംബയുടെ കരച്ചിൽ കേട്ട ഡോഗോ തന്നെ സമീപിക്കുന്ന അപകടം കണ്ട് ഞെട്ടി. അവൻ അമ്മയെ വിളിച്ചു തിരിച്ചു നീന്തി. ബഹളം കേട്ട് എണീറ്റ മലൈക്ക കാണുന്നത് ഡോഗോയെ ലക്ഷ്യമിടുന്ന മുതലകളുടെ കൂട്ടത്തെയാണ്. ഒറ്റ കുതിപ്പിന് അവൾ നദിയുടെ കരയിലെത്തി. അപ്പോഴേക്കും ഡോഗോയുടെ കാലിൽ ഒരു മുതല കടിച്ചു കഴിഞ്ഞിരുന്നു. നഖങ്ങൾ നീട്ടി അവൾ മുതലയുടെ തലയിലേക്ക് ചാടി. കണ്ണിൽ നഖം താഴ്ത്തി. വേദനയാൽ മുതല പിടിവിട്ടു. ഡോഗോ നീന്തി കരയിലെത്തി. മുതലക്കൂട്ടങ്ങളുടെ നടുവിൽ പൊരുതുകയായിരുന്നു മലൈക്ക. പതിയെ അവളുടെ ശക്തി ക്ഷയിച്ചു. നദിയുടെ ആഴങ്ങളിലേക്ക് മുതലകൾ അവളെ താഴ്ത്തി. ഇരുകരകളിൽ നിന്നും മലൈക്കയുടെ മക്കൾ കരഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ അവളുടെ ചോര കുടിച്ച നദി ഒഴുകി. കുറച്ചു കഴിഞ്ഞ് തിരിച്ച് നീന്തിയെത്തിയ കിഗുംബ
ഡോഗോയെയും കൂട്ടി വനത്തിനകത്തേക്ക് നടന്നു. അവർക്കു മുന്നിൽ തലയുയർത്തി മണം പിടിച്ച് തിളങ്ങുന്ന കണ്ണുകളോടെ നടക്കുന്ന മലൈകയില്ലായിരുന്നു. ചുറ്റും നിന്നുയരുന്ന മുരളിച്ചകളും കാലനക്കങ്ങളും ചീറ്റലുകളും അവരിൽ ഞെട്ടലുകളുണ്ടാക്കി. എങ്കിലും നിറഞ്ഞ മിഴികളോടെ മലൈക്കയുടെ മക്കൾ തല ഉയർത്തി തന്നെ നടന്നു. ശുഭം.